സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൻ്റെ 96ാമത് വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധാ ഷാജി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ കെ ടി തോമസ് കിഴക്കേക്കര, ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അൽഫോൻസ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജെയ്സ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ സ്റ്റെല്ല മരിയ, സ്കൂൾ ലീഡർ കുമാരി മീനാക്ഷി രഞ്ജിത്ത്, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, സദസ്സിലും വേദിയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ വിദ്യാലയത്തിൻ്റെ 2025-26 അധ്യയന വർഷത്തെ പ്രയത്നത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ ആഘോഷത്തിലാണ് നാം ഇപ്പോൾ. നമ്മുടെ കൊച്ചുമിടുക്കികൾ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഇവിടെ നിന്ന് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ ബോധവൽക്കരിക്കുകയുണ്ടായി. ഇത് എന്തിൻ്റെയൊക്കെ ആഘോഷമാണ് എന്ന്. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഡ്രീംസ്. നമുക്കറിയാം, ഓരോ കുട്ടിയും ഇവിടെ 5ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. അത് ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാവുന്ന സ്വപ്നങ്ങൾ, അതുപോലെ നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാവുന്ന സ്വപ്നങ്ങൾ. ഈ അധ്യയന വർഷം കൊണ്ട് അവര് സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും നേടിയെടുത്തു കഴിയും. അതിൻ്റെ ഒരു ആഘോഷമാണ്. അതുപോലെ ഒരു പറഞ്ഞ മറ്റൊന്നാണ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനൽ മൈൻഡ്സ്. കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നന്ദി പറയുന്ന, നന്ദിയുടെ ആഘോഷത്തിൻ്റെ നിമിഷങ്ങൾ. വീണ്ടും അവർ പറയുകയുണ്ടായി, ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഹോപ്പ്. ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ആഘോഷം. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ തിമിർപ്പിൻ്റെ, പൊട്ടിച്ചിരിയുടെ ഒക്കെ ഒരു ദിവസമാണ് ഈ സ്കൂൾ ആനിവേഴ്സറി എന്നതുണ്ട്. ഈ സ്കൂൾ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓരോരുത്തർക്കും, അധ്യാപകർക്കും ഞാൻ പ്രത്യേകമായ അഭിനന്ദനങ്ങളും അതുപോലെ ആഘോഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആദ്യം തന്നെ ആശംസിക്കുന്നു. നമുക്കൊന്ന് കൈയടിക്കാം. അക്കാഡമിക് മേഖലയിലും കലാ, സാഹിത്യ, സാംസ്കാരിക, കായിക രംഗത്തും ജില്ലാ, ഉപജില്ല, റവന്യൂ, സംസ്ഥാന തലങ്ങളിൽ ഉന്നത വിജയം നേടിയ മിടുക്കികളാണ് നമ്മുടെ മുൻപിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. സ്കൂളിലെ അച്ചടക്കം, കൃത്യനിഷ്ഠ, പാഠ്യേതര രംഗങ്ങളിൽ കുട്ടികൾക്കുള്ള ഉത്സുകത, വിവിധ സംഘടനകളിലെ കുട്ടികളുടെ പങ്കാളിത്തം എന്നിവ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് വളർന്നു വരുന്ന SHലെ ഓരോ പെൺകുട്ടിയും. ശരിയാണോ? ശരിയാണ്. നല്ലൊരു ക്ലാപ്പ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇതുവരെയുള്ള വിജയങ്ങൾക്കും അതിജീവിച്ച, നിങ്ങൾക്കറിയാം, ഒത്തിരിയേറെ പ്രതിസന്ധികളെ നിങ്ങൾ ഇതിനോടകം അതിജീവിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. ഓരോ വെല്ലുവിളിയും നിങ്ങളെ കൂടുതൽ ശക്തരാക്കി മാറ്റുകയായിരുന്നു. ആ പഴയ നമ്മളൊരു ചെറിയ തുടക്കത്തിൽ നിന്ന് ആ പഴയ ചെറിയ തുടക്കത്തിൽ നിന്ന് ഇന്നത്തെ നിലയിൽ എത്തിച്ചേരുവാൻ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഒന്ന് നോക്കിക്കാണാനും നന്ദി പറയാനും ഒക്കെയുള്ള നിമിഷങ്ങളാണിത്.
കായിക ലോകത്ത് നിന്നും ഈ അടുത്ത കാലത്ത് നാം കേട്ട തികച്ചും ഹൃദയസ്പർശിയായ ഒരു വിജയകഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇന്ത്യൻ ക്രിക്കറ്റ് താര നിങ്ങൾക്കറിയാവുന്നതാ, പേപ്പറിലൂടെയൊക്കെ വന്നതാണ്. ജമീമ അല്ലേ? ജമീമ റോഡ്രിഗസ് 2025 വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ജമീമ നേടിയ 127 റൺസ് വെറൊരു സ്കോർ മാത്രമായിരുന്നില്ല അത്, മറിച്ച് പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കണ്ണീരും പ്രാർത്ഥനയുമായിരുന്നത്. ആ ടൂർണമെന്റിന്റെ തുടക്കത്തില് ജമീമ വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. കടുത്ത ആൻസൈറ്റിയോടെ പിടികൂടി. ആത്മവിശ്വാസമില്ലായ്മ അവളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മത്സരത്തിന് മുൻപും അവൾ കരയുമായിരുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ അവളെ തളർത്തി. എനിക്കിതിന് കഴിയുമോ എന്ന് അവള് സ്വയം സംശയിച്ച നിമിഷങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ നിർണായക മത്സരത്തിൽ തോൽവി ഉറപ്പായ ഘട്ടത്തിൽ ജമീമയെ നയിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനമായിരുന്നു. ഓർമ്മയുണ്ടോ? പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ആ വചനം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. മൈതാനത്ത് തളർന്നു വീഴാറായ ആ നിമിഷങ്ങളില് കർത്താവ് എനിക്ക് വേണ്ടി പോരാടും, ഞാൻ ശാന്തമായി നിന്നാൽ മതി എന്ന് അവള് ഉള്ളില് പല പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. അവൾക്ക് സ്വന്തം കഴിവിനേക്കാൾ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലുള്ള വിശ്വാസമാണ് തന്നെ ആ വിജയത്തിലേക്ക് നയിച്ചതെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ അവൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. കാരണം ആ വചനം അത്രമാത്രം അവളുടെ ജീവിതത്തെ സ്വാധീനിച്ചു. ലോകകപ്പ് മത്സരത്തിലെ ഏറ്റവും വലിയ റൺ ചേസ് 339 റൺസ് പൂർത്തിയാക്കി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചപ്പോൾ അതൊരു അത്ഭുതമായി. ഇന്ത്യ മുഴുവൻ ആഹ്ലാദത്താൽ തിമിർത്തു. പ്രിയ കുട്ടികളെ, നിങ്ങളുടെ ജീവിതത്തിലും പഠനത്തിലോ കളികളിലോ ജോലി മേഖലകളിലോ പരാജയങ്ങൾ തോന്നുമ്പോൾ, എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളെ വിമർശിക്കുമ്പോൾ തളർന്നു പോകരുത്. ജമീമയെ പോലെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, കഠിനാധ്വാനം ചെയ്യുക. നമ്മുടെ ബലഹീനതകളിൽ ദൈവം കൂടെ ഉണ്ടാകുമെന്ന് അവിടുന്ന് നമുക്കായി പോരാടും, നമുക്ക് വേണ്ടി പോരാടുമെന്നും ഉറച്ച് വിശ്വസിക്കുക. മാതാപിതാക്കളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ മാനസികമായി തളരുമ്പോൾ ജമീമയുടെ ടീം അംഗങ്ങളും കുടുംബവും നൽകിയതുപോലെ ഒരു താങ്ങായി നാം അവരുടെ കൂടെ ഉണ്ടാവണം. അവരുടെ മാനസികാരോഗ്യം നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അവർ തളരുമ്പോൾ അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കണം. വിശ്വാസവും വിനയവും ഉണ്ടെങ്കിൽ ഏതൊരു വലിയ ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആ വിശ്വാസവും ആ ധൈര്യവും ഒക്കെ പകർന്നു കൊടുക്കാനുള്ള വലിയൊരു കടമ പ്രിയപ്പെട്ട അധ്യാപകർക്കും അതിലുപരിയായി മാതാപിതാക്കൾക്കുമാണുള്ളത്. പ്രിയ കുട്ടികളെ, മത്സരക്കളത്തില് എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുക. പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ പെരുമാറ്റം, ഏറ്റവും മികച്ച പെരുമാറ്റം എവിടെ നിന്നുള്ള കുട്ടികൾക്കായിരിക്കണം? ഒന്ന് പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ. അൽഫോൻസ SHGHSന്റെ കുട്ടികൾക്കായിരിക്കണം. പിന്നെ പ്രാർത്ഥനയില് 1ാം സ്ഥാനം ആർക്കായിരിക്കണം? SHGHSലെ
കുട്ടികൾക്കായിരിക്കണം. നിങ്ങൾ ചെല്ലുന്ന കഠിനാധ്വാന മേഖലയിൽ കഠിനാധ്വാനത്തിൽ ആർക്കായിരിക്കണം? SHGHSലെ കൊച്ചുമിടുക്കികൾക്ക്. അങ്ങനെ നിങ്ങൾ SHന്റെ ഒരഭിമാനമായിട്ട് വളർന്നു വരണം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആത്മീയതയുടെ നിറവിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച SHന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് ഇത് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്കൂൾ വാർഷികത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.